ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ പനിയാരമില്ലേ, കുഴിപ്പനിയാരം, പിന്നെ അതിന് വേറൊരു പേര് കൂടെ പറയൂ കേട്ടോ. ഞാൻ എപ്പോഴും ആ പേര് മറന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സ്പെഷ്യൽ കുഴിപ്പനിയാരം അല്ലെങ്കിൽ ക്യാരറ്റ് കുഴിപ്പനിയാരം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2-3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസ് എരിയുള്ള പച്ചമുളകാണ്, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റുക കേട്ടോ. അപ്പോൾ എളുപ്പം വഴണ്ട് കിട്ടും. എന്നാൽ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുകയും വേണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ശേഷം നമുക്ക് എന്താ പറയുക, മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പനിയാരം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം, പലരും പല സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ട്. ചിലവർ ഈ പറഞ്ഞ പോലെ പച്ചയ്ക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് തോന്നാറുള്ളത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. സെയിം പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി ഉള്ളി എല്ലാം പച്ചയ്ക്ക് മാവിൽ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് പല പല ഐറ്റംസ് ചേർത്ത്, ഇൻഗ്രീഡിയൻസ് ചേർത്ത് പല പല ഫ്ലേവറിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വേറെ ഫ്ലേവേഴ്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് 2 രീതിയിൽ എന്താ പറയുക ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് സിമ്പിൾ പനിയാരമായിട്ടും അതുപോലെ തന്നെ ഒന്ന് ക്യാരറ്റ് പനിയാരമായിട്ടും. പിന്നെ ഞാൻ വിചാരിച്ചു അധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരേ ലെവലിൽ തന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ സംഭവം ഡയറക്റ്റ് നമ്മൾ മാവിലേക്ക്, അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടിട്ട് ഇഡ്ഡലിയുടെ ബാറ്റർ പോലത്തെ മാവായിരിക്കണം. ദോശമാവ് പോലത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും, ഒട്ടിപ്പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലായിരിക്കും. പക്ഷേ ഇഡ്ഡലി പോലത്തെ മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡലിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഒട്ടിപ്പിടിക്കലില്ലാന്ന് ഞാൻ പറയണില്ല. അതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചീകി എടുക്കാം, അല്ലെങ്കിൽ മിക്സി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അരച്ചെടുത്തിട്ട് അതിന് ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ പിന്നെ ചിലപ്പം ജ്യൂസ് ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും ഫ്ലേവറും വേറെ ആയിരിക്കും. നമ്മൾ ചീകി ഇടുമ്പോൾ അത് വേറെ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം നമ്മൾ ചീകി ഇടുന്ന സമയത്ത് എല്ലാം കൂടെ ഒരു മിക്സ് ഫ്ലേവറേ വരുള്ളൂ. പക്ഷെ മറിച്ച് നമ്മളത് അരച്ച് ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് പ്യുവർ ക്യാരറ്റിൻ്റെ ഫ്ലേവർ തന്നെ വരുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് ആദ്യക്കൂട്ടിന് കൊടുത്തു വിട്ട ശേഷം നല്ല അടിപൊളി അഭിപ്രായമായിരുന്നു കേട്ടോ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികളുടെ ഫ്രണ്ട്സ് അവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേട്ടോ, ഞാൻ കഴിച്ച് തൃപ്തിപ്പെടുന്നതിനെക്കാട്ടിലും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. അത് കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കുഴിപ്പനിയാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അതാകുമ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ നമുക്ക്. എന്നിട്ട് തന്നെ ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, കാരണം ഞാനത് ഒട്ടിപ്പിടിച്ചാലോ സ്കൂളിൽ പോകാൻ നേരത്ത് അവസാനം പിന്നെ പണി കിട്ടും. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, വേറൊരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല കൊടുത്തു വിടാൻ. അതുകൊണ്ട് ഞാൻ എന്തായാലും ശരി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാനൊന്ന് ചൂടായി എണ്ണയൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓരോരോ സ്പൂണായിട്ട് എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുഴിയുള്ള സ്പൂണാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമാണ്. ഒരുപാട് മാവ് നിറച്ചൊഴിക്കാനും പാടില്ല. ഒരുപാട് മുകളിലേക്ക് നിറച്ചൊഴിച്ചാൽ ഒന്ന് മറ്റൊന്നിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് തിരിച്ചിടാനും പാടായിരിക്കും, വേവാനും പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്പൂൺ വീതം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പനിയാരമായിരുന്നു. നമ്മൾ സ്വന്തം ഉണ്ടാക്കി പൊഴുതി പറയണമെന്ന് പറയരുത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്റർ ഉണ്ടാക്കിയ സമയത്ത്. ഓൾറെഡി നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും, പക്ഷെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി, കാരണം ആക്ച്വലി എൻ്റെ അകത്ത് അധികം ഉപ്പ് വേണ്ടായിരുന്നു, അതാണ് സത്യം കേട്ടോ. നിങ്ങളിങ്ങനെ ഉപ്പ് ചേർക്കുന്ന മാവിൽ ഇത് ഉണ്ടാക്കിയിട്ട് അവസാനം അയ്യോ പറഞ്ഞില്ലല്ലോ ഉപ്പ് ചേർക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട്
അങ്ങനൊരു ഇത് വരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു എന്ന് തോന്നുമ്പോൾ, കരിയാനും പാടില്ല. അപ്പോൾ ഒന്ന് മുരിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മൾ വേഗം തിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, മറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ സൈഡും ഒന്ന് നന്നായി മുരിഞ്ഞു വരുമ്പോൾ വീണ്ടും വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതി, എന്നാൽ കരിയാനും പാടില്ല. ഉള്ളു നന്നായിട്ട് വേവും വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ക്രിസ്പി ആക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് ക്രിസ്പി ആക്കിയ ശേഷം ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇത്രയും എണ്ണ അതിൽ പിടിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് കേട്ടോ ആദ്യം മാറ്റുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് പാക്കിംഗ് കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം ലഞ്ച് ബോക്സിൽ ആദ്യക്കൂട്ടിനാക്കി ലഞ്ച് ബോക്സിനകത്ത് സോസിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യക്കൂട്ടിന് കൊടുത്തു വിടുന്നത്. അപ്പോൾ എന്തായാലും ബോക്സിൽ അവന് വേണ്ടതാക്കി കൊടുത്തു. അവന് മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സും കൂടെ കഴിക്കും. പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് വേണ്ടിയിട്ട് അവൻ്റെ സ്കൂളിൽ തന്നെ, അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അവൾക്ക് വേണ്ടിയിട്ട് ആ മോൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളത് കൂടെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ഡബ്ബയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണെന്ന് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരത്തിനിടയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടെ എന്തായാലും ആദ്യക്കൂട്ടിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവൾക്കുള്ളത് മാറ്റി അവർ ഒരേ വാനിലാണ് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് അവൻ അന്നേരം കൊടുത്തോളും. അപ്പോൾ അങ്ങനെ അവൾക്കുള്ളതും ആക്കി കൊടുത്തു. ആദ്യക്കൂട്ടിനുള്ളതും ആക്കി സോസൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ട് ഫ്രൂട്ട്സിന് ഒരു ഓറഞ്ചാണ് വെച്ച് കൊടുത്തത്. ഓറഞ്ചിൻ്റെ പകുതി, മൂസമ്പി പോലത്തെ വലിയ ഓറഞ്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞ് ബെല്ലേക്ക് അമർത്താനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.